ഇവിടെ കുറച്ച് അടിച്ചൊരു കൂട്ടി കത്തിക്കാനുണ്ട് ട്ടോ. ആ ടാങ്കിന്റെ അപ്പുറത്ത് ഇവിടെ ഇങ്ങനത്തെ ഇലകള് ചാടുന്നതാണ്. ഈ ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒങ്ങും പ്ലാവും ചെമ്പരത്തിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വല്ലാണ്ട് ഇലകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ടാങ്കിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടോണ്ട് അവിടെ കുറച്ച് ഉരുക്ക് കൂട്ടീന്. അതിങ്ങോട്ട് കത്തിക്കട്ടെ കരുതി. നല്ല തണുപ്പുള്ള ദിവസാട്ടോ. 2 ദിവസമായിട്ട് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തീയൊക്കെ കത്തിച്ച് കായാനും നല്ല സുഖാണ് ട്ടോ. തീ ഇങ്ങോട്ട് കത്തിച്ച് അതിന്റെ ചൂടൊക്കെ വെയില് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതാ ഞാൻ ചമ്മലൊക്കെ കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ടാങ്കിന്ന് വെള്ളം എടുക്കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ചമ്മലൊക്കെ നനഞ്ഞിണഞ്ഞു. ഇപ്പൊ കത്തോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ അവിടെ കൂട്ടി കത്തിച്ച് നോക്കട്ടെ. ഞാൻ പേപ്പർ പോയി എടുത്തോണ്ടായിരിക്കട്ടോ. കൊറേ കത്തിച്ച് നോക്കി, ഇലമേല് കത്തിച്ച് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, കത്തി കിട്ടണില്ല. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടാൻ എനിക്ക് ഇഷ്ടാവുമല്ലോ എന്ന് എനിക്കറിയില്ല. മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ട്ടോ. വായക്കാത്തോടിയോ? വായക്കാത്തോടി തരാ. ചിപ്സ് ചോദിക്കട്ടെ സൂര്യ. അങ്ങനെ ഇരിക്കെ രാവിലെ ഞാൻ ഉപ്പേരിക്ക് നന്നാക്കാൻ വേണ്ടിട്ട് നിക്കാണ്ട്. അപ്പൊ എന്താ ഉപ്പേരി എന്നറിയോ? ഇണ്ണിക്കാമ്പ് ഉണ്ടല്ലോ. ഇവിടൊക്കെ ഇണ്ണിക്കാമ്പ് എന്നാ പറയാ. വായേന്റെ ഞാൻ കാണിച്ചു തരാം. വായക്കൂമ്പ് എന്നൊക്കെ പറയും. അതിന് എല്ലായിടത്തും ഇണ്ണിത്തണ്ടെന്നും പറയൂട്ടോ. അപ്പൊ സംഗതി എന്താന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ എല്ലായിടത്തും ഒരേപോലെ പറയാന്ന് അതും എനിക്കറിയില്ല. അപ്പൊ എന്താ വിശേഷം എന്ന് ചോദിച്ചാല്, ഇത് കൊണ്ടുവന്നത് എവിടുന്ന വെച്ചാല് ഞാൻ പണി എടുക്കണോടത്തുനിന്ന് താത്ത തന്നതാണ് ട്ടോ. ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് അടിച്ച് തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിക്ക് പോരുന്ന സമയം താത്ത എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, എനിക്ക് വേണം ചോദിച്ചു. അപ്പൊ ഇതായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. തരാണെങ്കിൽ തരും, എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടോ. അപ്പൊ ഓല മുറ്റത്തെ വാഴ ഉണ്ടായിരുന്നു. അപ്പൊ ആ വാഴ മുറിച്ചപ്പോ അങ്ങനെ എടുത്തുവെച്ചാന്നും പറഞ്ഞിട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു ഈ എങ്ങനെ ഉണ്ട് വെക്കുക എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വൻപയർ ഇട്ടാണ്ട വെക്കുക. അപ്പൊ താത്ത മുതിര ഉണ്ടല്ലോ, മുതിര ഇട്ടാണ്ട വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചാലും മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു സാധനം. അതുകൊണ്ട് ഇതിനെ കൊണ്ടുവന്നാണ് ട്ടോ. ഉപ്പേരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എന്റെ പണി എന്ന് പറഞ്ഞാൽ ആ വിശേഷം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരാളെ ലീവിനനുസരിച്ച് അങ്ങനെ പോയതാണ് എന്നൊക്കെ. അപ്പൊ സൂര്യമോൾ ഉണ്ട് തടെ ടൗസർ ഇട്ടാ നടക്കണത്. അവള് കുപ്പായം ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എവിടെ സ്ക്രാച്ച് അങ്ങനെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഞാൻ ആ ചേച്ചിക്ക് സുഖാവോളാണ് ആ വീട്ടിക്ക് പോവാന്ന് പറഞ്ഞിരുന്നില്ലേ, അതേപോലെ തന്നെ ആ ചേച്ചിക്ക് ഞാനിപ്പോ പോക്ക് തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ ഒന്നരാടല്ലേ ഉള്ളു എനിക്ക്. പിന്നെ ആ ചേച്ചിക്ക് കാലുവേദന ആയിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പണിക്ക് പോയതും. പിന്നെ ഞാൻ ഇതേപോലെ വീട്ടുജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ആ ചേച്ചിക്ക് ഇതുവരെ എവിടെയും കിട്ടിയിട്ടൊന്നുമില്ല എന്നോട് പറയാന്. പിന്നെ അതിന് സുഖമില്ലാതായപ്പോ എന്നോട് പറഞ്ഞതാണ് ട്ടോ, ഞാൻ എടുക്കണ പണിക്ക് അങ്ങനെ പോവോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാലിന് സുഖമായിട്ടുണ്ട് കേട്ടോ. വേദനയൊക്കെ നല്ലോണം മാറി, ഇപ്പൊ ആള് ഉഷാറായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചേച്ചിനോട് അറിഞ്ഞു ഇനി ആ പോക്ക് നിർത്താണ് ചേച്ചി, നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചോദിച്ചിനോട്, ചേച്ചി നിങ്ങൾ എടുക്കണ പണിയല്ലേ ഞാൻ എടുത്തുകൊണ്ട് നടക്കണത്, ഇപ്പൊ നിങ്ങൾക്ക് സുഖമായില്ലേ, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾക്കും ഇല്ലേ 2 കുട്ടികള്, 2 അല്ല 3 കുട്ടികള് എന്നൊക്കെ പറഞ്ഞിട്ടേന്. അപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഞാനും പോവാന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാനൊരാളെ പണി ഏറ്റാണ്ട് അയാൾക്ക് സുഖമായാണ്ട് പിന്നെ ഞാൻ ആ പണിക്ക് തന്നെ പോണത് ശരിയല്ലല്ലോ, മോശമല്ലേ. അതുകൊണ്ട് ആ ചേച്ചിനോട് തന്നെ ഞാൻ പിന്നെയും പോവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ട് വേണം മക്കളെ. അങ്ങനെ നമ്മളെ വീട്ടുജോലി അവിടെ കഴിഞ്ഞു. പിന്നെ താത്ത എനിക്ക് വിളിച്ചിരുന്നു ഇയ്യ് വരുവോ ഒരു 2 ദിവസത്തിനും കൂടെ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ആ ഒരു സമയമായപ്പോഴത്തേനും എന്ത് പറയുന്നു, സൂര്യമോൾക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഓളെയും ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിരുന്നു. അതേപടി തന്നെ വിഷ്ണുവിനും വല്ലാത്ത ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇതാ ഉപ്പേരിക്ക് നന്നാക്കല് പകുതി അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോ എന്റെ കുളിയും തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല. സൂര്യമോൾക്ക് ജലദോഷമാണല്ലോ, അത് പകർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കും ജലദോഷം ചെറിയ പനിയൊക്കെ എനിക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിഷ്ണുവിന്റെ അച്ഛനും ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചായയും കടിയൊക്കെ എടുത്തു കൊടുക്കാൻ നോക്കട്ടെ. പിന്നെ ഞാൻ ഉപ്പേരിക്ക് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഞാനിത് കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ദിവസം ആയിട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കാപ്പി കളറായിട്ടുണ്ട്. ഇത് കളർ മാറ്റമൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ചെത്തി കളഞ്ഞാണ്ട് നല്ല ഭാഗങ്ങളായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഞാനിത് എടുക്കണത് വെച്ചാൽ എങ്ങനെ അരിയണത് വെച്ചാല് വട്ടത്തിനാക്കിയാണ്ട് ഇതിന്റെ ആ നൂലുണ്ടല്ലോ അത്
കയ്യുമ്മ വിരലുമ്മ ചുറ്റി എടുക്കാണ് കേട്ടോ. ഞാൻ എന്റെ കുളി അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വല്ലാത്ത ക്ഷീണം, പനി വരവും ജലദോഷവും ഒക്കെ പാടായതുകൊണ്ട് ഇന്ന് വെയിലൊക്കെ ചൂടായിട്ട് മേല് കഴുകാന്ന് വിചാരിച്ച് നിക്കാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുക്കള പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ എന്നും കരുതുന്നുണ്ട് ഞാന്. പിന്നെന്താ വിഷ്ണുവിനെ വെച്ചാല് ഓനും തന്നെ എന്താ അറിയൂല, എന്താ വയറിന് വേദന ഉണ്ട് ഇടക്കിടക്ക് ഓൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വല്ലാണ്ട് ക്ഷീണാണ് കേട്ടോ വിഷ്ണുവിന്. ക്ഷീണം ഓന് ഇന്നലെ എണീറ്റിട്ടേ ഇല്ല. ഇന്നലെ ഫുള്ള് കടത്താണ്, ഇന്നലെ വെറും കടത്ത. എന്താ വിഷ്ണു ചോദിച്ചിട്ട് ഓനൊന്നും പറയാല്ല. അസുഖത്തിന് എന്താ അസുഖം എന്നൊന്നും പറയണില്ല. പക്ഷെ ഓന് ക്ഷീണാണ്, ഭയങ്കര ക്ഷീണം. ഈ കാലാവസ്ഥന്റെ ഇതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഞാന് ഇന്നത്തും കൂടി നോക്കിയിട്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പേരിക്കുള്ളതൊക്കെ അരിയലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ വിറക് എടുത്തേക്കാണ് കേട്ടോ. വിറക് എടുത്തിട്ട് വേണം, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറി ഉണ്ടാക്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കാണ്ട് പിന്നെ ഉണക്കമീൻ വറക്കാനും ഉണ്ട് കേട്ടോ. അത് ഞാൻ വിറകൊക്കെ അവിടെ വെട്ടി വെച്ചേന്നു. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയാക്കട്ടെ, ഈ തിണ്ടുമ്പം തന്നെ ഇട്ടേക്കട്ടെ കേട്ടോ. എന്നാ പിന്നെ വിറക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കത്തിക്കാലോ. അങ്ങനെ ഇതാക്കണ ഉപ്പേരിക്കുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, വൻപയർ കൊണ്ടുവന്നേന്നു. അത് വെള്ളത്തിലിട്ടാണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടാണ്ട് പിന്നെ ഞാൻ വേവിച്ചെടുക്കത് കണ്ടാണ്ട് ഇനി കുക്കർ ഇല്ലേ ചേച്ചിയെന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ ഇതുവരെ കുക്കർ ഞാൻ ഒറ്റക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോ ചിലവരത് വെറുതെ കളിയാക്കി പറയാന്നൊക്കെ വിചാരിച്ചിട്ടാ. അതാണ് സത്യാവസ്ഥ. മനസ്സിലാക്കാൻ പറ്റുന്നവര് മനസ്സിലാക്കാം, അല്ലാതെ ഇപ്പൊ ഞമ്മക്ക് എന്താ പറയാൻ പറ്റുക. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് അടുപ്പത്ത് വെച്ച് ശീലം, അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേവിച്ചിട്ട് വറുത്തെടുക്കാന്ന് വിചാരിച്ചു. ഇതിന് കുറച്ചധികം തീയും വിറകും ആവശ്യമാണ്. അതുകൊണ്ട് അതുവരെ തീ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതാ മക്കളെ, ഞാൻ എന്റെ മേലഴുകലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാക്സി എന്ന് പറഞ്ഞാല് വാസുവേട്ടൻ കൊണ്ടുവന്ന 3 മാക്സി ഉണ്ടല്ലോ, അതിൽ ഒന്നാണ് കേട്ടോ. അത് ഇന്നലെ അടിച്ചു കൊണ്ടുവരുന്നില്ലേ, അതാണ് കേട്ടോ. അതിന്റെ ഇടയിൽ വിഷ്ണു ഇതാ ലേസ് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓൻ എന്നോട് ചോദിച്ചു അമ്മക്ക് വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓൻ എന്ത് തിന്നാണെങ്കിലും എന്നെ നിർബന്ധിക്കും. ഞാനിനി പണിത്തിരക്കായാലും എനിക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞില്ല. പിന്നെ ഇതാ ഞാൻ മാക്സ് ഒക്കെ എടുത്തു. ഈ മാക്സി ഞാൻ തന്നെ എങ്ങനെയുണ്ട് നോക്കുകയാണ് കേട്ടോ, ഫോണൊക്കെ നോക്കിയാണ്ട്. എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഈ അടിച്ചത് നല്ല നന്നായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ താക്കടി എനിക്ക് ജലദോഷം പിടിച്ചിട്ടാണ് കേട്ടോ. ഒന്നേറെ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് കൂട്ടുകാർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഏതായാലും ഉപ്പേരി ഇതാ അടുപ്പത്ത് കടന്ന് വേവട്ടെ. പിന്നെ ഇന്നലെ നമ്മളെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാം ആ ചേച്ചീനെ. ആ ചേച്ചി ഞാൻ മാക്സി അടിച്ചു കൊണ്ടുവരാൻ പോയിരുന്നില്ല ഒരു വീട്ടിക്ക്. ചേച്ചീന്റെ പേര് ജയന്തി ചേച്ചിയാണെന്നും പറഞ്ഞു. ആ ചേച്ചീന്റെ പണിയാണ് കേട്ടോ ഞാൻ ഏറ്റെടുത്തേന്നത്. ആ ചേച്ചിക്ക് കാലുവേദന എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ മടി ആയതുകൊണ്ട് ഞാൻ വീഡിയോയിൽ വല്ലാണ്ട് ഉൾപ്പെടുത്തിയിട്ടുമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇതാക്കിട്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് വെച്ചാണ്ട് പാത്രം കുറച്ച് കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ എന്ന് കരുതി ഉപ്പേരി നന്നാക്കിയതും പിന്നെ ഞാൻ കറിക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട്. കറി എന്താ വെച്ചാല് ഞാൻ നാളികേരം അരച്ച് കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിരുന്നു. പരിപ്പ് കറി ഇട്ട് വെക്കണം എന്ന് കരുതിയിരുന്നു. പരിപ്പ് ഇന്നാളെ തന്നെ വെച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് പരിപ്പ് തിന്നിട്ടാണോ അറിയില്ല, വിഷ്ണുവിന് വയറുവേദന ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ പരിപ്പ് എടുക്കില്ല. അപ്പൊ ഞാനൊരു കുഞ്ഞു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, വേറെ ഒന്നുമല്ല, തക്കാളി കറി കേട്ടോ. ആ തക്കാളി കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം നമ്മളൊരു ഫ്രണ്ട് ഞാൻ ഇതേപോലെ തക്കാളി കറി ഉണ്ടാക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കിയിട്ട് ചില കൂട്ടുകാർ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ചിലവര് പറഞ്ഞു അത് ശരിയായില്ല ചേച്ചി, ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്ന്. അപ്പൊ എല്ലാരും ഒരേപോലെ ഞാനിപ്പോ ഒരാൾ ഉണ്ടാക്കണ കണ്ടാണ്ട് അതേപോലെ ഞാൻ ഉണ്ടാക്കിയ ചിലപ്പോ എനിക്ക് അതേ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ടായിരിക്കും അവിടെ ആ ടേസ്റ്റ് കിട്ടാത്ത കേട്ടോ. ഞാൻ വിചാരിക്കുക ഞാൻ എന്താ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ലേന്ന് ആ കറി. തക്കാളി താളിപ്പ് മലപ്പുറംകാരുടെ സ്പെഷ്യൽ അല്ലേ. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചതിന്റെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കൊണ്ട് കളഞ്ഞിട്ടില്ലേന്നു കേട്ടോ. അതൊക്കെ അവിടെ തന്നെ ഇട്ടതായിരുന്നു, അതൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു. ഞാൻ പാത്രം കൂടെ കഴുകി വെക്കാണ്ട് പിന്നെ ഞാൻ ഉണക്കമീനും തക്കാളി കറിക്കുള്ളതൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് അടപ്പത്ത് വെക്കാനുള്ള നമ്മളെ ഉപ്പേരി എന്തായി നോക്കിയാലോ, വെള്ളമൊക്കെ വറ്റി വെക്കാട്ടോ. പിന്നെ ഇതാക്കണ മക്കളെ, വെള്ളം വറ്റി വരുന്നു. അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പിന്റെ കുറച്ച് കമ്മിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടോ. അത്രയും വെള്ളം ഉണ്ടായപ്പോ തീ കെടാതെ കത്തിച്ചു കൊടുത്തോണ്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, വേവും പാകമായി വന്നിട്ടുണ്ട്. ഉണക്കമീനും പിന്നെ ഉപ്പേരി വറുത്തെടുക്കാൻ 2 അല്ലി വെളുത്തുള്ളിയും മുളകും ഇട്ട്
ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഇതാ അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിന്റെ കറി അടുപ്പത്ത് വെച്ചു. ഗ്യാസ് മേലെ കേട്ടോ, അടുപ്പത്ത് ഉപ്പേരി. അങ്ങനെ തക്കാളി കടുക് ഇട്ടാണ്ടാണ് കേട്ടോ, കടുക് ഉള്ളിയൊക്കെ ഇട്ടാണ്ടാട്ടോ ഒരു കുഞ്ഞിക്കറി ഉണ്ടാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡിയായി തിളച്ച് തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പേരി വറുത്തെടുക്കാൻ. അപ്പൊ ഇതിനെ ഉപ്പേരിത്തെ വെള്ളം വറ്റിക്കോളൂ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എനിക്ക് അങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ കടുക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടത്. പച്ചമുളക് ഇത്രയും ഇട്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ പച്ചമുളക് ഉണങ്ങിയതാണ് ഇട്ടണത്. സൂര്യമുളക് വല്ലാണ്ട് എരിവ് പറ്റൂല. അതുകൊണ്ട് ഉപ്പേരിയല്ലേ ഏതായാലും, അതുകൊണ്ട് ഒരു മുളക് മാത്രം അതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാക്കണത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇതാ ചെറിയ ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം വറുത്തെടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി എണ്ണൊക്കെ എല്ലായിടത്തും എത്തണ പരിവ് ആക്കി നല്ലോണം ഇളക്കി കൊടുത്താണ്ട് അടച്ചേക്കുക കേട്ടോ. കണ്ടോ ഉപ്പേരി ഇതാ ഉഷാറായിട്ടുണ്ട്. തിന്നാനും നല്ല രസമുണ്ട് കേട്ടോ. ഇത് ചെറിയ ഉള്ളി കുറച്ചധികം 2 അല്ലി വെളുത്തുള്ളി എടുത്താണ്ടാണ് വറുത്തെടുത്തത്. അപ്പൊ നല്ല രസമുണ്ട് കണ്ടോ. ഇതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കണം. ഇതിലേക്ക് ചിലവര് നാളികേരം ചതച്ചൊക്കെ ഇടും കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ വെക്കണതാ ഇഷ്ടം. പിന്നെ ഇതാ ഉണക്കമീനാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുക്കുന്നത്. തളമീൻ ഉണ്ടായിരുന്നു കേട്ടോ. മുളകും പൊടി മഞ്ഞപ്പൊടി ഇട്ടാണ്ട്, പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ചധികം മുളകും പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാ വേവായിട്ടുണ്ട്. ഇത് ഞാൻ അപ്പുറം പറഞ്ഞത് മറച്ചിട്ട് വേവിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ചോറുണ്ണാൻ. അപ്പൊ ഒരു സമയം ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിഷ്ണുവിന്റെ അച്ഛന് വെട്ട് കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്ന സമയം ഉണ്ടല്ലോ, അപ്പൊ കടയൊക്കൊന്നും കയറൂല. അത് കഴിഞ്ഞ് വെട്ടൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണക്കമീൻ കൊണ്ടുവരികയും മമ്പയർ വണ്ടി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് സാധനം ഇവിടെ എത്തിയപ്പോഴത്തേനും ഒരു 11:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. പിന്നെ 1 മണി 1:30 ആയപ്പോഴത്തേനും സംഗതി എല്ലാം റെഡിയായി. ചോറുണ്ണാൻ നേരം ആയപ്പോഴത്തേനും ഒക്കെ റെഡി ആയിട്ടോ. ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചു കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ മീനൊക്കെ വെന്തതാ. മീനൊന്നും ചൂടാറാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഒന്ന് വിഷ്ണു കൂളിയൊക്കെ കഴിഞ്ഞു വന്നാട് ഇന്നോണ്ടാണ് അമ്മ എനിക്ക് ചോറ് തരീന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ വിഷ്ണുവിനാണ് ചോറ് വിളമ്പി കൊടുക്കുന്നത് കേട്ടോ. ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് ചോറ് വിളമ്പി ആദ്യം ഉപ്പേരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ തക്കാളിനോട് ഒരു കുഞ്ഞ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഈ കറി എന്ന് കാണുമ്പോൾ ആർക്കും വല്ലാണ്ട് ഇഷ്ടപ്പെടൂല കേട്ടോ. കാണുമ്പോൾ ഇനിയിപ്പോ തിന്നുമ്പോ എല്ലാരും ഒരേപോലെ ആവണം എന്നില്ല. ചിലവർക്ക് ഇറച്ചി മീനാവും കൂടുതൽ ഇഷ്ടം. ചിലവർക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു കറി കിട്ടിയാലും മതി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു കറിയൊക്കെ മതി. എന്താ പറയാ, ഉള്ളോണ്ട് ഓണം പോലെ എന്നല്ലേ പറയാ എന്ന പോലെ. അങ്ങനെ ഇതാ ഞങ്ങള് ഉണക്കമീൻ വറുത്തതും കറിയൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ ചോറിനാൻ നിൽക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചവിശേഷങ്ങളും കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ഇതാക്കിയാണ് മക്കളെ. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വണ്ടൂർക്ക് പോവാൻ. മക്കൾക്കും എനിക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. കല്യാണങ്ങൾ ഉണ്ട് കേട്ടോ. ഒരുപാട് ദിവസമായി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ. ഞാൻ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവർക്ക് ടാറ്റ ബൈ.